സാമൂഹിക പ്രതിബദ്ധതയുള്ള നിര എന്നാണ് ബിസിനസ് മീറ്റിൽ പങ്കെടുത്ത ലക്ഷ്മി സിൽക്സ്, ഇടിമണ്ണിക്കൽ ജ്വല്ലറി, മുത്തൂറ്റ് ഫിനാൻസ്, ഇസാഫ്, മിലാൻ ബുട്ടീക്സ്, സാജ് എർത്ത് റിസോർട്ട്, മാജിക് ബട്ടേഴ്സ് എന്നിവയുടെ സാരഥികളെ അധ്യക്ഷ പ്രസംഗത്തിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി വിശേഷിപ്പിച്ചത്. ഫൊക്കാനയുടെ ബിസിനസ് സെമിനാർ പ്രവീൺ തോമസ്, ഫൊക്കാന വൈസ് പ്രസിഡന്റ്, സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ചു. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് തുടങ്ങിയവർ വേദിയെ ധന്യമാക്കി. 1983 കേരളത്തിലാദ്യമായി ചാനൽ 12 എന്ന വീഡിയോ തുടങ്ങുകയും തിരുവനന്തപുരത്ത് 4 ശാഖകൾ തുടങ്ങുകയും ബിസിനസ്സുകാരനായി മാറുകയും ചെയ്ത അനുഭവം ചലച്ചിത്ര താരമായ ദിനേശ് പണിക്കർ ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പങ്കുവച്ചു. കൃത്യമായ സമയത്ത് കൃത്യമായ ചിന്തകൾ വന്നു ചേരുന്നതാണ് ബിസിനസ്സിൽ ആവശ്യമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ബിസിനസ്സിൽ തകർച്ച വന്നാൽ അത് നേരിടാനുള്ള ചങ്കുറ്റമുണ്ടായിരിക്കണം. ആത്മഹത്യ പോംവഴിയല്ലെന്നും വ്യക്തമാക്കി. MBA ബിരുദത്തിലല്ല കാര്യമെന്നും മാറേണ്ടത് സമയത്ത് മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലത്തിനൊത്ത് മാറുന്നതിന്റെ ഭാഗമായി അമേര ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് ചുവടുവെച്ചതിനെക്കുറിച്ച് സണ്ണി തോമസ് സംസാരിച്ചു. ഡിസ്കൗണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാലത്തും കിട്ടും. അത് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓഫർ മാത്രമല്ല, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എക്സ്ട്രാ ഒരു പ്രിവിലേജ് തന്നെയാണ് ഈ കാർഡ്. യുണീക്ക് എന്ന ആശയത്തിലേക്ക് ഉപഭോക്താക്കൾ മാറിയപ്പോൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായാണ് ഡിസൈനിങ്ങിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ലഭ്യമാകുന്ന സെറയ്ക്കും 12 ഒപ്റ്റിക്കൽ ഷോറൂമുകൾക്കും തുടക്കം കുറിച്ചു. ഫൊക്കാനയുടെ അംഗങ്ങൾക്കും ലൈഫ് ലോങ് പ്രിവിലേജ് കാർഡും ഇടിമണ്ണിക്കൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ഇടിമണ്ണിക്കൽ ജ്വല്ലറി സണ്ണി തോമസ് കൂട്ടിച്ചേർത്തു. 7500 ബ്രാഞ്ചുകളുള്ള കമ്പനിക്ക് US-ൽ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും ഫിൻസർവ്, മണി സർവീസ്, ബിസിനസ്, ഗോൾഡ് ലോൺ എന്നിവ ആരംഭിച്ചിട്ടുണ്ടെന്ന് മുത്തൂറ്റ് M. ജോർജ് ഗ്രൂപ്പ് ജോമോൻ തോമസ് വ്യക്തമാക്കി. My name is Jomon Thomas and I am from Muthoot Group, Muthoot Global Operations US, and I am responsible for the global operations, inward remittances and outward remittances. 55 രാജ്യങ്ങളിലേക്ക് മുത്തൂറ്റ് വഴി അമേരിക്കയിൽ നിന്ന് പണമയക്കാം. ഫോറിൻ എക്സ്ചേഞ്ചും ലഭ്യമാണ്. അമേരിക്കയിൽ കൂടുതലിടങ്ങളിൽ ബ്രാഞ്ചുകൾ വിപുലീകരിക്കാൻ ഏവരുടെയും പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ലക്ഷ്മി സിൽക്സിനെ പ്രതിനിധീകരിച്ച അരുൺ, ഇന്ത്യയിലെ എല്ലാ നെയ്ത്തുശാലകളിൽ നിന്നുള്ള സാരികൾ ലക്ഷ്മി സിൽക്സിൽ ലഭ്യമാണെന്ന് പറഞ്ഞു. ലക്ഷ്മി സിൽക്സിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ലക്ഷ്മി സിൽക്സ് ഒരു ഫാമിലി ഷോപ്പാണ്, ഫാമിലി ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അതിൽ റെഡിമെയ്ഡ്സും സാരീസും അടക്കം എല്ലാ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന ഒരു ഫാമിലി ടെക്സ്റ്റൈൽ ഷോപ്പാണത്. ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന വസ്ത്രമാണ് സാരി. ലോക്ക്ഡൌൺ സമയത്ത് കോട്ടയം പോലെ നിരവധി വസ്ത്രശാലകൾ തോറ്റു പിന്മാറിയ സ്ഥലത്ത് തുടക്കം കുറിച്ച ലക്ഷ്മി സിൽക്സ് വേറിട്ട വഴിയിലൂടെ നടന്നുകൊണ്ടാണ് വിജയം സാധ്യമാക്കിയതെന്ന് അരുൺ വ്യക്തമാക്കി. കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റമാണ് ഇതിൽ പ്രധാനം. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തി പ്രകൃതിയോട് ഇണങ്ങുന്ന നാച്ചുറൽ ഡൈ ഉൽപ്പാദിപ്പിക്കുന്ന ഡൈ ഹൌസ് നാട്ടകത്ത് തുടങ്ങിക്കൊണ്ട് മലിനീകരണത്തിനെതിരെയും ചുവടുവച്ചു. ഫാസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ വരും കാലങ്ങളിൽ അപകടമായേക്കാമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഇസാഫ് ബാങ്ക് മാർക്കറ്റിംഗ് ഹെഡ് രജീഷ് കളപ്പുരയിൽ സെമിനാറിൽ സംബന്ധിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ആദ്യമായിട്ടുള്ള ബാങ്കിംഗ് ലൈസൻസ് കിട്ടിയ ഒരു ബാങ്ക് കൂടിയാണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക് കാറ്റഗറിയിൽ വരുന്നതാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. സോ ആദ്യമായി ഈ ഒരു വേദി ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രസന്റ് ചെയ്യാനുള്ള അവസരം നിന്ന ഫൊക്കാനയുടെ എല്ലാ ഭാരവാഹികൾക്കുമുള്ള ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 1992 NGO ആയി തുടങ്ങി. 787 ബ്രാഞ്ചുകൾ കടന്നുകൊണ്ട് ബാങ്ക് എന്ന് മുന്നേറി. ചെറുകിട ലോണുകൾ നൽകിക്കൊണ്ട് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒന്നാണിത്. 60 ലക്ഷത്തോളം ചെറിയ വായ്പകൾ നൽകിയതാണ് കാതലായ വശം. ഓൺലൈൻ അക്കൗണ്ട് മോഡ് ഉൾപ്പെടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്രയോജനപ്പെടുത്തുന്നതാണ് മറ്റൊരു സവിശേഷത. മൈക്രോ ATM ഉപയോഗിച്ച് റിമോട്ട് ഏരിയകളിൽ ആളുകൾക്ക് പണമെടുക്കാനാകുന്നു. ലാഭത്തിന്റെ 5% ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നു എന്നും ഇസാഫ് ബാങ്ക് മാർക്കറ്റിംഗ് ഹെഡ് രജീഷ് കളപ്പുരയിൽ സെമിനാറിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.